അൻബോർഡ് കൺമണി, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഈ മൂവികൾ കണ്ടിട്ട് അവയെക്കുറിച്ചുള്ള വിശദമായ റിവ്യൂ വീഡിയോകൾ ചെയ്ത് ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. അതേപോലെ തന്നെ ഈ സിനിമകളെക്കുറിച്ചുള്ള തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിലുള്ള ആ സ്ഥാനങ്ങൾ കൂടി പറയുകയാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നത്, തികച്ചും വ്യക്തിപരമായിട്ടാണ് ഞാൻ ഈ സ്ഥാനങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ പെട്ടെന്ന് കാണാനാകും, അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും ആകും. ആദ്യം തന്നെ അൻബോർഡ് കൺമണി. ഈ സിനിമ ഇന്നത്തെ കാലത്ത് മാരേജ് ആകുന്ന ദമ്പതികൾക്കിടയിൽ വരുന്ന വലിയൊരു പ്രശ്നത്തെ പ്രമേയമാക്കി എടുത്തുകൊണ്ടാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു പ്രധാന ഇതിവൃത്തം തന്നെ ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ ഇതിൻ്റെ വിശദമായ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ ഞാൻ ആവർത്തിക്കുന്നില്ല, ഒരു സസ്പെൻസ് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ പ്രശ്നം പണ്ടത്തെ കാലത്തൊക്കെ ഇത്രയധികം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ പ്രശ്നം മാരേജ് ആകുന്നവർക്കിടയിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയം എടുത്ത് ഈ സിനിമ മേക്ക് ചെയ്തത് തന്നെ ഇവരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്ന ദമ്പതികളിൽ സമൂഹം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് നൽകുന്നു, അതേപോലെ ഈ പ്രശ്നം ഇവരെ തന്നെ സ്വയം പേഴ്സണലായിട്ട് എങ്ങനെയൊക്കെ ബാധിക്കുന്നു, അപ്പോൾ ഈ പ്രശ്നത്തെ നിന്ന് അതിജീവിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതൊക്കെ തന്നെ നാച്ചുറലായ രീതിയിൽ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരം ദമ്പതികൾ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളും ദമ്പതികൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ നാച്ചുറലായിട്ട് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സമൂഹം ഈ സിനിമയിൽ കാണിക്കുന്ന ദമ്പതികളോട് ചെയ്യുന്ന കാര്യങ്ങളോട് ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ജോണറിൽ നീങ്ങുന്ന ഈ സിനിമ നമുക്കൊരു ബോറടി തോന്നാതിരിക്കാൻ കോമഡി രൂപത്തിൽ കൂടിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്, കോമഡി പ്ലസ് സീരിയസ്നെസ്. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കോമഡിയും ഉണ്ട്, അതേപോലെ ഈ പ്രശ്നം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇത്തരം ദമ്പതികൾ അനുഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിനിമ മുഷിപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത കണ്ടൻ്റാണ്, കോമഡി ഉണ്ട്, നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു നേരത്തെ പറഞ്ഞ മൈനസ് പോയിന്റ് ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ സമൂഹം ഈ ദമ്പതികളോട് ഈ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഓവറാണ്. ഓവർ പറഞ്ഞാൽ ഇങ്ങനെയൊന്നും സമൂഹം ഇത്തരം ദമ്പതികളോട് ചെയ്യാറില്ല. അതായത് ഇവരോട് പോയിട്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവരെ കളിയാക്കുക, അതേപോലെ കുത്തുവാക്കുകൾ പറയുക, മുഖത്തടിച്ച പോലെ സംസാരിക്കുക, അവരെ വേദനിപ്പിക്കുക, അതൊക്കെ ഈ സിനിമയിൽ ഓവറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം എനിക്ക് വളരെയധികം ഒരു വെറുപ്പ് തോന്നി, ഒരു മുഷിപ്പ് തോന്നി, ബോറടി തോന്നി. കാരണം ഇങ്ങനെയൊന്നുമല്ല സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യുക. ഇത്തരം ദമ്പതികളോട് ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്ന ജനങ്ങളാകട്ടെ ബന്ധുക്കളാകട്ടെ അവരെ ആശ്വസിപ്പിക്കാനാണ് പൊതുവെ ശ്രമിക്കാറ്. പക്ഷേ അതായത് ഇവർ കേൾക്കാതെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ മോശമായ രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട്. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ദമ്പതികളോട് മുഖത്തടിച്ച പോലെ സംസാരിക്കുക, വേദനിപ്പിക്കുക, അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഒന്നോ രണ്ടോ ആൾ ചെയ്യും ആയിരിക്കാം, പക്ഷേ അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യാറില്ല. ആ ഒരു കാര്യം ഈ സിനിമയിൽ ഒരു മൈനസ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ അവരത് അങ്ങനെ എടുക്കാൻ കാരണം ഈ സിനിമയിലെ ആ പ്രശ്നത്തിൻ്റെ ആ ഒരു കാഠിന്യം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാമെങ്കിലും അതൊരു ബോറടിയായി തോന്നി. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ അൻബോർഡ് കൺമണി 3-ാം സ്ഥാനം. ഇനി അടുത്തത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഈ സിനിമ ശരിക്ക് ഷെർലക് ഹോംസിൻ്റെ കഥകളുണ്ടല്ലോ, ഡിറ്റക്റ്റീവ് കഥകൾ, ആ രീതിയിൽ നിരീക്ഷണത്തിലൂടെ ക്രൈം തെളിയിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഇതിൽ ഡൊമിനിക് എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന മമ്മൂക്ക തൻ്റെ ഹെൽപ്പറായ ഗോകുൽ സുരേഷിനോട് ആ ഒരു നിരീക്ഷണാടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ത്രില്ലിങ് തരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അത് വളരെ ശരിക്കും ഷെർലക് ഹോംസിൻ്റെ കഥകൾ വായിക്കുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതൊരു നല്ല
ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. പിന്നെ ഇതിൽ അവസാനം വരുന്ന ആ ഒരു ക്ലൈമാക്സ് സസ്പെൻസ് ഉണ്ടല്ലോ, ഗംഭീരമാണ്. നമ്മൾ എത്ര തന്നെ ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ കണ്ടുപോകുമ്പോഴും നമുക്ക് ആ ഒരു സസ്പെൻസ് നമുക്ക് ഗസ് ചെയ്യാനേ പറ്റില്ല, ഊഹിക്കാനേ പറ്റാത്ത ഒരു ക്ലൈമാക്സ് സസ്പെൻസ് ആണ് ഇവർ അവസാനം പൊട്ടിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട് ഈ സിനിമ. ആ ഒരു ക്രൈം ത്രില്ലറിൻ്റെ ആ ജോണറിൽ നീങ്ങുന്ന ആ ഒരു മാറ്ററിൽ നമുക്കൊരു സ്ലോ ആയിട്ട് പോകുന്നു എന്ന് തോന്നാതിരിക്കാനായിട്ട് ഈ സിനിമയിലെ ഫുൾ കോമഡിയും മമ്മൂക്ക തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. മമ്മൂക്കയുടെ നാവിൽ നിന്ന് വരുന്നത് മാത്രമാണ് ഈ സിനിമയിലെ കോമഡി. അത് നല്ല കോമഡികളാണ്, ചിരിക്കാൻ പറ്റുന്ന കോമഡികൾ തന്നെയാണ് മിക്കതും. അപ്പോൾ കോമഡി പ്ലസ് ക്രൈം ത്രില്ലറാണ് ഈ മൂവി. അത് നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു മൈനസ് ആയിട്ട് തോന്നിയ കാര്യം, ഈ മമ്മൂക്ക പറയുന്ന ആ നിരീക്ഷണ പാഠങ്ങളൊക്കെ കേസിന് ആസ്പദമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ തന്നെ അദ്ദേഹം ചിന്തിച്ചൊക്കെ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ട രീതിയിലാണ്, നിരീക്ഷിച്ച് തന്നെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും മമ്മൂക്ക അത് കേസിനാസ്പദമായ രീതിയിൽ താൻ ഇങ്ങനെയൊക്കെ നിരീക്ഷിച്ചാണ് ഈ ഒരു തീരുമാനത്തിൽ എത്തിയത്, ഇത് കണ്ടുപിടിച്ചത് എന്ന് അദ്ദേഹം ഗോകുൽ സുരേഷിനോടോ ഹെൽപ്പറിനോടോ അല്ലെങ്കിൽ ഈ സിനിമയിലെ മറ്റ് ക്യാരക്ടറുകളോടോ പറയുകയായിരുന്നെങ്കിൽ ഒന്നുകൂടി ഉചിതമായേനെ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമ ശരിക്കും ഒരു ഷെർലക് ഹോംസിൻ്റെ കഥ വായിച്ചതിൻ്റെ ഫുൾ ഫീലിംഗ് നമുക്ക് ലഭിക്കുമായിരുന്നു, ഒരു വേറെ ലെവലിലേക്ക് എത്തുമായിരുന്നു. ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല, വേറെ ലെവലിലുള്ള സിനിമ തന്നെയാണ് ഇത്. ഇതിൻ്റെ ക്ലൈമാക്സ് സസ്പെൻസും ഒക്കെ തന്നെ നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 2ാം സ്ഥാനം. ഇനി അടുത്തത് ആ മൂവി. ഈ മൂവിയും അൻപോട് കൺമണി മൂവിയിലെയും ആ ഒരു കണ്ടന്റ്, പ്രമേയം എന്താണോ അത് ഒന്ന് തന്നെയാണ്. പക്ഷേ രണ്ടും വ്യത്യസ്ത ജോണറിൽ നീങ്ങുന്ന സിനിമകളാണ്. ആ മൂവിയിൽ തികച്ച ഒരു ക്രൈം ത്രില്ലർ മൂവി കൂടിയാണ്. അതായത് കണ്ടന്റ് ഒന്ന് തന്നെയാണ്, മാരേജ് ആവുന്ന ദമ്പതികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആ മൂവിയിൽ വേറെ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ത്രില്ലിങ്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഒരു പ്രധാന പ്രത്യേകത ഞാൻ നോക്കിയിട്ട് നല്ല മേക്കിംഗ് ആണ് കേട്ടോ, ഗംഭീര മേക്കിംഗ് ആണ്. അതായത് ഈ കണ്ടന്റിന് പറ്റിയ ലൊക്കേഷൻ തിരഞ്ഞെടുത്ത് ആ ലൊക്കേഷൻ പ്രകൃതിയാൽ തന്നെ നല്ലൊരു ലൊക്കേഷനാണ്. അതായത് മലഭാഗത്തുള്ള ലൊക്കേഷനാണ്. അതാണ് ഈ കണ്ടന്റിന് യോജിക്കുക. ഒരു ഏകാന്തമായ സ്ഥലമൊക്കെ വേണം ഈ കണ്ടന്റിന്. അത് അവർ കൃത്യം തിരഞ്ഞെടുത്ത് അവിടെ ഉള്ള ചായക്കട, അതേപോലെ അവിടെ ദിലീഷ് പോത്തൻ ചേട്ടൻ പോയിട്ട് താമസിക്കാൻ പോകുന്ന വീട്, അതൊക്കെ ഇവർ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നാണ് തോന്നുന്നത്. അഥവാ അല്ലെങ്കിൽ അവിടെ തന്നെ അത്തരം ചായക്കടയും വീടൊക്കെ കിട്ടിയിട്ട് അവരത് ചെയ്തതാണോ അല്ല കൃത്രിമമായി ചെയ്തതാണോ എന്നറിയില്ല. പക്ഷെ കൃത്രിമമാണെങ്കിൽ നല്ലൊരു ആർട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നവരൊക്കെ ആ കണ്ടന്റിന് അനുസരിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രധാന സവിശേഷത. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ദേവദർശിനി ചേതൻ, അവർ ഒരു കോമഡി ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ സിനിമയിൽ വളരെ സീരിയസ് ആയ ഒരു ക്യാരക്ടറാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് എക്സ്പ്രഷൻസുകൾ ഈ സിനിമയിൽ ആ ക്യാരക്ടറിന് ആവശ്യമാണ്. അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ദിലീഷ് പോത്തൻ ആൻഡ് ജാഫർ ഇടുക്കി, ഇവർ രണ്ടുപേരും തമ്മിൽ ഉള്ള ആ സംഭാഷണങ്ങൾ, ഇപ്പോൾ ജാഫർ ഇടുക്കി ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഈ സിനിമയിൽ വരുന്നു. അതേപോലെ ദിലീഷ് പോത്തൻ സാറിൻ്റെ റോൾ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു വീട് വാടകയ്ക്കൊക്കെ കാണിക്കാൻ വേണ്ടി മലയ്ക്ക് മുകളിൽ കയറുന്ന സമയത്തുള്ള ആ ഒരു പ്രകൃതിയെ സംബന്ധിച്ച സംസാരം, അതേപോലെ ഇവർ തമ്മിലുള്ള ആ സംസാര രീതിയൊക്കെ തന്നെ വളരെ നന്നായിട്ടുണ്ട്. ഈ സിനിമയുടെ കണ്ടന്റിനനുസരിച്ചും ആ ലൊക്കേഷൻ അനുസരിച്ചും വളരെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യത്തക്ക രീതിയിലാണ് ജാഫർ ഇടുക്കി ഈ സിനിമയിൽ അഭിനയിച്ച് സംസാരിക്കുന്നതൊക്കെ. അതേപോലെ തന്നെയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെ ആ ഒരു ശരിക്കൊരു ഫീല് ജാഫർ ഇടുക്കി ഈ സിനിമയിൽ നൽകുന്നുണ്ട്. അതേപോലെ ദിലീഷ് പോത്തൻ സാറുടെ ആ റോളും എന്താണെന്നുള്ള സസ്പെൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ ആശാൻ എന്നൊരു ക്യാരക്ടർ ഇതിൽ ഒരാൾ ചെയ്തിട്ടുണ്ട്, ഒരു പ്രായമായ ചേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. അദ്ദേഹവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. TG രവി സാറ് അവിടെ മലയ്ക്ക് മുകളിൽ താമസിക്കുന്ന, ഒറ്റയ്ക്ക് മുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ, അദ്ദേഹം ഷർട്ടൊന്നും ഇടാതെ, അതായത് അവിടുത്തെ ആളുകൾ എങ്ങനെയാണോ ഒരു പ്രകൃതം അതൊക്കെ തന്നെ അദ്ദേഹത്തിന് കുറച്ച് സമയമേ ഉള്ളൂ എങ്കിൽ അതിലും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നവാസ് വള്ളിക്കുന്ന് ആ ചായക്കടക്കാരനായിട്ട് വരുന്ന റോള് ശരിക്കും ഒരു ചായക്കടക്കാരൻ, അത്തരം ലൊക്കേഷനുകളിലെ
ഒരു കടക്കാരൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഒരു ഗർഭിണിയായിട്ട് കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു ലേഡി ഉണ്ട്. ആ ലേഡിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളുടെ പേര് എനിക്കറിയില്ല. അവർ ഇത്തരത്തിൽ ഗർഭിണിയാകുന്ന സ്ത്രീകൾ എങ്ങനെയാണോ മാനസികാവസ്ഥ ഉണ്ടാവുക അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഗംഭീരമാണ്. ചെറിയ കുട്ടികൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടികളുടെ ഓരോ എക്സ്പ്രഷൻസും ഇവർ കാത്തിരുന്ന് ഷൂട്ട് ചെയ്ത പോലെയുണ്ട്. ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞ് ചിരിക്കുന്നത് പോലും ആ സീനിന് ആവശ്യമാണ്. അതൊക്കെ ഇവർ കാത്തിരുന്ന് എടുത്ത പോലെയുണ്ട്. സിനിമാറ്റോഗ്രാഫി, അതേപോലെ എഡിറ്റിംഗ് ഈ മലമ്പ്രദേശത്തൊക്കെ നമുക്ക് ഇരുട്ടിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഈ സിനിമയിൽ കാണിക്കാനുണ്ട്. കുട്ടിയുമായിട്ട് ദേവദർശിനി ഈ രാത്രിയിൽ ഇങ്ങനെ ഓടിപ്പോകുന്ന ആ സീനൊക്കെ, അതൊക്കെ എഡിറ്റിങ്ങിൽ നല്ല കളർ ഗ്രേഡിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡയറക്ഷൻ മികച്ചതാണ്. പിന്നെ കഥ, ആ ത്രില്ലിങ്, പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ്, ഞാൻ വിചാരിച്ചു ഈ സിനിമയുടെ അവസാനം കൊണ്ടുപോയിട്ട് കുളമാക്കാനാ സാധ്യത എന്ന് കരുതി. പക്ഷേ അവസാനമായപ്പോൾ ഈ സിനിമയുടെ ആദ്യം കാണിക്കുന്ന രംഗം എന്തിനാ കാണിച്ചതെന്ന് മനസ്സിലാകാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് അവസാനത്തെ ക്ലൈമാക്സിൽ ഇവർ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ മൂവിയുടെ മേക്കിംഗ്, അതേപോലെ ആ കഥ, സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ എല്ലാം തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മൂവിക്ക് എൻ്റെ അഭിപ്രായത്തിൽ 1ാം സ്ഥാനം. ഇങ്ങനെ സ്ഥാനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും 3 സിനിമകളും തന്നെ വ്യത്യസ്ത ജോണറുകളിൽ നീങ്ങുന്ന സിനിമകളാണ്. 3ഉം തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ തന്നെയാണ്. ഫാമിലി ആയിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ്. അതായത് വയലൻസോ അല്ലെങ്കിൽ അശ്ലീലമായ വിഷയങ്ങളോ അങ്ങനെ കുടുംബമായിട്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഈ 3 സിനിമകളിലും ഇല്ല. പക്ഷേ അൻപോട് കൺമണിയിലെ സമൂഹം ആ ദമ്പതികളോട് കാണിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഓവറായി തോന്നിയെന്നേ ഉള്ളൂ. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പൾസിൽ നിരീക്ഷണ പാഠവങ്ങൾ ആ കേസിൽ കൂടി കുറേ കാണിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആകുമായിരുന്നു എന്ന് തോന്നി. ഇല്ലെങ്കിലും ആ സിനിമയുടെ ക്ലൈമാക്സും മറ്റു കാര്യങ്ങളും, അതായത് ആ ത്രില്ലിങ്ങും അതേപോലെ കോമഡിയും ഒക്കെ തന്നെ ഓക്കെയാണ്. പിന്നെ ആ മൂവിയിൽ 1 മണിക്കൂർ 55 മിനിറ്റിലും ഉള്ള ആ സിനിമയിൽ ഒരു സീനും തന്നെ ഓവറായിട്ടോ അല്ലെങ്കിൽ ബോറടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻറ്റേഷൻ്റെ കുഴപ്പമോ ഒന്നും തന്നെ ഇല്ല. എല്ലാ കാര്യങ്ങളും തന്നെ ആ സിനിമയിൽ ഫുള്ളായിട്ടും അവർ മേക്ക് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. സത്യസന്ധമായ റിവ്യൂ വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.